ഓക്കെ. എന്റെ മെസ്സേജ് കണ്ടിരിക്കുന്നു തോന്നുന്നുണ്ട്. ഞാനൊരു പടം വരച്ചു തരാൻ വേണ്ടിട്ട്, അപ്പൊ ആ പടം വരയ്ക്കാറില്ല എന്നും അങ്ങനെയല്ല, ആദ്യമായിട്ട് വരച്ചതാണെന്നും അത് വീട്ടിലാണല്ലോ എന്നും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കണ്ടെ എന്റെ വാട്സപ്പ് നോക്കിയാൽ അറിയാം. ഇത് വേറെ കാര്യം എന്താ അറിയോ, ഈ മോള് ഈ റീൽസും ഇതൊക്കെ ഇടുമ്പോഴേ ആൾക്കാർ പലതും പറയും. ഇനി നമ്മള് എന്തോ ഒരു കാര്യം തീരുമാനിക്കേണ്ടത് വെറുതെ കണ്ട അന്തനും അടകോടനും നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മളൊന്ന് ഫ്രീ ആവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ പറയുമ്പോ നമ്മളും കുറച്ച് ഇങ്ങനെ ടെൻഷൻ ആവും, അല്ലെങ്കിൽ നമ്മൾ ഇമോഷണൽ ആയി പോകുന്നുണ്ട്, നമ്മൾ മാനസികമായിട്ട് പ്രയാസത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞാല് മാനസിക പ്രയാസവും ഇല്ല. എല്ലാം നമ്മൾ പല ആൾക്കാരും ഇപ്പൊ ഞാനൊരു ഇത് പറഞ്ഞുതരാം. ആന നടക്കും, അല്ല വേറെ വിചാരിക്കേണ്ടത് അറിയാം, ആന നടക്കും പുരയും നടക്കും, മനസ്സിലായോ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ വിചാരിക്കും നമ്മൾ ആന എന്താണെന്ന് വിചാരിക്കുക, മറ്റതൊക്കെ കുരയ്ക്കുന്നൊക്കെ പട്ടികളാണെന്ന് നമുക്ക് വിചാരിക്കുക. പട്ടി തൊട്ടടുത്ത് നിന്ന് കുരയ്ക്കുമ്പോ ഒരു കല്ലെടുത്തെറിയുന്നതിന് വിരോധമുണ്ടോ? കല്ലെടുത്ത് എറിയാം, പക്ഷെ എല്ലാ നായ്ക്കളെയും കല്ലെറിയാൻ പോകുമ്പോ നമ്മൾ ലക്ഷ്യത്തിൽ അല്ല, എല്ലാ നായ്ക്കളെയും കല്ലെറിയാൻ പോകുന്നില്ല. നമ്മളിപ്പോ റോട്ടുമേൽ ഇഷ്ടം പോലെ അല്ല മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും. കാരണം നമ്മളൊരു പെൺകുട്ടിയാണ്, ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ എന്താ പറഞ്ഞാൽ ആൾക്കാർക്ക് അവർക്കൊന്നും വേറൊരു പണിയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെറുതെ എന്താ പറയാ, എന്തെങ്കിലും ഒരു റീൽസും അതിന് താഴെ വേണ്ടതും വേണ്ടാത്തതും കമന്റ് ഒക്കെ ഒരു അവരുടെ അടുത്ത് എനിക്ക് ഒരു അറപ്പാകും. എന്തിനാ അതിങ്ങനെ ഒരു പെൺകുട്ടി, അവൾ എങ്ങനെയും ജീവിച്ചു കൊടുക്കട്ടെ, എന്നാൽ മോശമായ രീതിയിലല്ലല്ലോ. അവള് പണം വരയ്ക്കുന്നു, കൃഷ്ണനോട് ഇഷ്ടമുണ്ട്. ഇനിയിപ്പം മുത്തപ്പന്റെ അടുത്ത് പോയി ആ ചങ്ങനൊക്കെ എനിക്ക് പറയണേ, ആ കാമിയായിപ്പോയി, അല്ലെങ്കിൽ നീ ഒന്ന് കൊടുക്കണം എന്ന് എന്റെ ആഗ്രഹം. എന്നാലും പഠിക്കുള്ളൂ ഇവരൊക്കെ. എന്താ ചെയ്യാ, പറയുന്നതും നിങ്ങൾ തന്നെയല്ലേ? നമ്മളെ അല്ല, ഒന്നിനും പ്രതികരിക്കണ്ട എന്ന് പറയുന്നതും നിങ്ങൾ തന്നെയല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് എന്താ പറയാല്ലേ, ഈ ഞാൻ പറഞ്ഞ് മനസ്സിലായോ, നമ്മള് വീട്ടിലും ആ കമന്റിൽ നിന്നും പോകണ്ടെന്ന്. കാരണം എന്താണല്ലേ മറുപടി ഇട്ടാലും ഞാൻ എനിക്ക് അത്രയും ഹേർട്ട് ആയതിന് മാത്രമേ ഞാൻ മറുപടി കൊടുക്കാറുള്ളൂ. ഇത് എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരുത്തനെ ഇജാതിരി ചെറ്റത്തരം പറയുമ്പോൾ അവനോട് പോയി ചോദിച്ചിട്ടില്ലേ പിന്നെ നാട്ടുകാരി എന്നുള്ള നിലയിൽ ഞാൻ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായി, നമ്മളെ സ്വീകാരം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണെന്നോ, നമ്മള് എന്താ പറഞ്ഞാല് അവനൊക്കെ പറഞ്ഞിട്ടില്ല, അവനൊരു സ്വാമിയായിട്ട് അവനൊക്കെ മാലിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുന്നതാണ്. അവനും മുത്തപ്പന്റെ കാര്യത്തിൽ മോശമായ വാസ്തുവൊക്കെ ഉപയോഗിച്ചിട്ട് ലജ്ജ തോന്നുന്നു. അവനൊക്കെ സ്വാമി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്മളെ സംസ്കാരത്തിൽപ്പെട്ട ആൾക്കാരാണല്ലോ എന്ന് ഓർത്ത്. എന്നിട്ട് ഈ പറഞ്ഞ ഹൈന്ദവരാരും ഇതിനെതിരെ ഒരു വീഡിയോ പോലും ചെയ്തിട്ട് നിങ്ങളാരും കണ്ടില്ലല്ലോ. ഒരു ഹൈന്ദവര് പോലും ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടില്ലല്ലോ. ഒരു സ്വാമി മുത്തപ്പനെ കുറിച്ച് അത്രയും മോശമായിട്ട് പറഞ്ഞിട്ട് അവനൊരു ആസാമിയാണെന്ന് പറഞ്ഞിട്ട് പോലും ഇറങ്ങിയില്ലല്ലോ. പക്ഷെ എൻ്റെ എന്തെങ്കിലും ഒരു ന്യൂസ് വരുമ്പോൾക്ക് പറയാൻ ഒരുപാട് സ്ത്രീകൾ ഇറങ്ങാറുണ്ടായിരുന്നല്ലോ. അവർക്ക് അവരുടെ ഭക്തിയെ വ്രണപ്പെടുത്തുന്നു എന്നായിരുന്നല്ലോ പറയുന്നത്. പക്ഷെ ഇപ്പം എന്തേ ഇവർക്ക് ഒന്നും പ്രശ്നമില്ലാതായി മാറിയത്? അതെ അതെ, വേറെ കാര്യം എന്താ അറിയോ, ഇവരൊക്കെ എന്താ പറഞ്ഞാല് ജസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് വെറുതെ അവരും അറിയില്ലേ, ജസ്റ്റിനെ സപ്പോർട്ട് ചെയ്യണമായി തോന്നിപ്പോവും. അങ്ങനെയൊക്കെ ആയിക്കൊണ്ടായിരിക്കും. അതൊന്നുമല്ല വ്യക്തിഹത്യ. ഇതുവരെ അവരെന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് അവർക്ക് മതമാണ് വലുത് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്ന. എന്റെ മെസ്സേജ് കണ്ടിരിക്കുന്നു തോന്നുന്നുണ്ട്. ഞാനൊരു പടം വരച്ചു തരാൻ വേണ്ടിട്ട്, അപ്പൊ ആ പടം വരയ്ക്കാറില്ല എന്നും അങ്ങനെയല്ല, ആദ്യമായിട്ട് വരച്ചതാണെന്നും അത് വീട്ടിലാണല്ലോ എന്നും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കണ്ടെ എന്റെ വാട്സപ്പ് നോക്കിയാൽ അറിയാം. ഇത് വേറെ കാര്യം എന്താ അറിയോ, ഈ മോള് ഈ റീൽസും ഇതൊക്കെ ഇടുമ്പോഴേ ആൾക്കാർ പലതും പറയും. ഇനി നമ്മള് എന്തോ ഒരു കാര്യം തീരുമാനിക്കേണ്ടത് വെറുതെ കണ്ട അന്തനും അടകോടനും നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മളൊന്ന് ഫ്രീ ആവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ പറയുമ്പോ നമ്മളും കുറച്ച് ഇങ്ങനെ ടെൻഷൻ ആവും, അല്ലെങ്കിൽ നമ്മൾ ഇമോഷണൽ ആയി പോകുന്നുണ്ട്, നമ്മൾ മാനസികമായിട്ട് പ്രയാസത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞാല് മാനസിക പ്രയാസവും ഇല്ല. എല്ലാം നമ്മൾ പല ആൾക്കാരും ഇപ്പൊ ഞാനൊരു ഇത് പറഞ്ഞുതരാം. ആന നടക്കും, അല്ല വേറെ വിചാരിക്കേണ്ടത് അറിയാം, ആന നടക്കും പുരയും നടക്കും, മനസ്സിലായോ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ വിചാരിക്കും നമ്മൾ ആന എന്താണെന്ന് വിചാരിക്കുക, മറ്റതൊക്കെ കുരയ്ക്കുന്നൊക്കെ പട്ടികളാണെന്ന് നമുക്ക് വിചാരിക്കുക. പട്ടി തൊട്ടടുത്ത് നിന്ന് കുരയ്ക്കുമ്പോ ഒരു കല്ലെടുത്തെറിയുന്നതിന് വിരോധമുണ്ടോ? കല്ലെടുത്ത് എറിയാം, പക്ഷെ എല്ലാ നായ്ക്കളെയും കല്ലെറിയാൻ പോകുമ്പോ നമ്മള് ലക്ഷ്യത്തിൽ. അല്ല, എല്ലാ നായ്ക്കളെയും കല്ലെറിയാൻ പോകുന്നില്ല. നമ്മളിപ്പോ റോട്ടുമേൽ ഇഷ്ടം പോലെ അല്ല മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും. കാരണം
നമ്മളൊരു പെൺകുട്ടിയാണ്, ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ എന്താണ് ആൾക്കാർക്ക് അവർക്കൊന്നും വേറൊരു പണിയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെറുതെ എന്താ പറയാ എന്തെങ്കിലും ഒരു റീസൺ അതിന് താഴെ വേണ്ടതും വേണ്ടാത്തതും കമന്റ് ഒക്കെ ഒരു അവരുടെ അടുത്ത് എനിക്ക് ഒരു അറപ്പാകുന്നു. എന്തിനാ അതിങ്ങനെ ഒരു പെൺകുട്ടി അവൾ എങ്ങനെയും ജീവിച്ചു കൊടുക്കട്ടെ, എന്നാൽ മോശമായ രീതിയിലല്ലല്ലോ. അവള് പടം വരയ്ക്കുന്നു, കൃഷ്ണനോട് ഇഷ്ടമുണ്ട്. ഇനിയിപ്പം മുത്തപ്പന്റെ അടുത്ത് പോയി ആ ചങ്ങനൊക്കെ എനിക്ക് പറയണേ ആ കാമിയായിപ്പോയി, അല്ലെങ്കിൽ നീ ഒന്ന് കൊടുക്കണം എന്ന് എന്റെ ആഗ്രഹം. എന്നാലും പഠിക്കുള്ളൂ ഇവരൊക്കെ. എന്താ ചെയ്യാ? പിന്നെ ഒന്നിനും പ്രതികരിക്കണ്ടെന്ന് പറയുന്നതും നിങ്ങൾ തന്നെയല്ലേ? നമ്മളെ അല്ല, ഒന്നിനും പ്രതികരിക്കണ്ട എന്ന് പറയുന്നതും നിങ്ങൾ തന്നെയല്ലേ? അല്ല, ഞാൻ പറഞ്ഞ എന്താ പറയാല്ലേ, ഈ ഞാൻ പറഞ്ഞ് മനസ്സിലായോ? നമ്മള് വീട്ടിൽ നിന്നും ആ കമന്റിൽ നിന്നും പോകണ്ടെന്നാണ്. കാരണം എന്താണല്ലേ കമന്റിന് മറുപടി ഇട്ടാലും ഞാൻ എനിക്ക് അത്രയും ഹേർട്ടായതിന് മാത്രമേ ഞാൻ മറുപടി കൊടുക്കാറുള്ളൂ. ഇത് എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരുത്തനെ ഇജാതിരി ചെറ്റത്തരം പറയുമ്പോൾ അവനോട് പോയി ചോദിച്ചിട്ടില്ലേ പിന്നെ നാട്ടുകാരി എന്നുള്ള നിലയിൽ ഞാൻ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായി, അത് നമ്മളെ സ്വീകാരം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണെന്നോ നമ്മള് എന്താ പറഞ്ഞാല് അവന് പറഞ്ഞിട്ടില്ല, അവനൊരു സ്വാമിയായിട്ട് അവനൊക്കെ മാലിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുന്ന അവനും മുത്തപ്പന്റെ കാര്യത്തിൽ മോശമായ വാസ്തുവൊക്കെ ഉപയോഗിച്ചിട്ട് ലജ്ജ തോന്നുന്നു. അവനൊക്കെ സ്വാമി എന്ന് പറഞ്ഞിട്ട് നമ്മളെ സംസ്കാരത്തിൽപ്പെട്ട ആൾക്കാരാണല്ലോ എന്ന് ഓർത്ത്. എന്നിട്ട് ഈ പറഞ്ഞ ഹൈന്ദവരാരും ഇതിനെതിരെ ഒരു വീഡിയോ പോലും ചെയ്തിട്ട് നിങ്ങളാരും കണ്ടില്ലല്ലോ. ഒരു ഹൈന്ദവര് പോലും ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടില്ലല്ലോ. ഒരു സ്വാമി മുത്തപ്പനെ കുറിച്ച് അത്രയും മോശമായിട്ട് പറഞ്ഞിട്ട് അവനൊരു ആസാമിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഇറങ്ങിയില്ലല്ലോ. പക്ഷെ എൻ്റെ എന്തെങ്കിലും ഒരു ന്യൂസ് വരുമ്പോൾക്ക് പറയാൻ ഒരുപാട് സ്ത്രീകൾ ഇറങ്ങാറുണ്ടായിരുന്നല്ലോ. അവർക്ക് അവരുടെ ഭക്തിയെ വ്രണപ്പെടുത്തുന്നു എന്നായിരുന്നല്ലോ പറയുന്നത്. പക്ഷെ ഇപ്പം എന്തേ ഇവർക്ക് ഒന്നും പ്രശ്നമില്ലാതായി മാറിയത്? അതെ അതെ, വേറെ കാര്യം എന്താ അറിയോ, ഇവരൊക്കെ എന്താ പറഞ്ഞാല് ജസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് വെറുതെ അവരും അറിയില്ലേ ജസ്റ്റിനെ സപ്പോർട്ട് ചെയ്യണമായി തോന്നിപ്പോവും. അങ്ങനെയൊക്കെ ആയിക്കൊണ്ടായിരിക്കും. അതൊന്നുമല്ല വ്യക്തിഹത്യ. ഇതുവരെ അവരെന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് അവർക്ക് മതമാണ് വലുത് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ പറയുന്ന കട്ടായി പോയി. അല്ല അതിൽ കൂടെ തന്നെ മനസ്സിലായിക്കൂടെ അവർക്ക് ഭക്തിയല്ല ജസ്റ്റിയാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിക്കൂടെ? അതും കൂടി ഈ ലോകത്തെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഞാൻ. ഭക്തിയാണ് അവരുടെ ഹൈന്ദവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നവളാണ് ജസ്ന എന്നുള്ളൊരു പേരിലാണ് ഈ ഹൈന്ദവരുടെ എണ്ണത്തിൽ എന്നെ അറിയപ്പെടുന്നത്. വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഹൈന്ദവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഞാൻ ചെയ്തതിനെക്കാട്ടിലും 1000 മടങ്ങ് തെറ്റാണ് അയാൾ ചെയ്തത്. അയ്യപ്പനായിട്ട് നിന്ന് ഒരു മുത്തപ്പനെ കുറിച്ച് അത്രമേൽ പറയുന്നുണ്ടെങ്കിൽ, അതും ഒരു ഹൈന്ദവൻ പറയുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അത് ഇടപെട്ടോ? അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ എന്നെ വ്യക്തിഹത്യ ചെയ്യണമെന്ന് മാത്രമേ ഇവർക്കൊക്കെ ഉദ്ദേശമുള്ളായിരുന്നു എന്നുള്ളത്. അതെ 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 അതെ, അതന്നെയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അറിയോ, ഇനിയിപ്പോ ഈ എന്താ പറയാ നമ്മള് ഒന്നിനും എന്താ പറയാ മറുപടി പറയുമ്പോഴത്തേന് അതിനവര് തിരിച്ചു മറുപടി പറയും. ഇങ്ങനെ എപ്പോഴും ഞങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഇതൊക്കെ കാണാറുണ്ട്. എപ്പോഴും നല്ലതുണ്ട്, പക്ഷെ പലപ്പോഴും ആൾക്കാർ വളരെ എത്ര നല്ല രീതിക്ക് മോശം കമന്റുകൾ വരുന്നതിനെ പറ്റിയിട്ട് എല്ലാരും അയാളെയാണല്ലോ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ അവർക്കൊക്കെ ജസ്ന എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പ്രശ്നം, അല്ലാതെ അവരുടെ വിശ്വാസമല്ല പ്രശ്നം. അതെ അതെ, അതുകൊണ്ടായിരിക്കും അവര് നാട്ടിലുള്ള തന്നെ അയാള് വീട്ടിനടുത്താണ്. കൊയിലാണ്ടിയാണ്. എല്ലാരും പറയുന്നത് ഞാൻ തപ്പിപ്പിടിച്ച് അയാളെ കണ്ടുപിടിച്ചു. അയാളെ തപ്പിപ്പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ കൊയിലാണ്ടി തന്നെ ഉള്ള ഒരുത്തനാ. കുറേ കാലമായി ഇങ്ങനെ നിരന്തരം ഓരോരോ നെഗറ്റീവായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് മുത്തപ്പനോട് എനിക്കൊരു വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നു. ആ മുത്തപ്പനെ ഞാൻ കാരണം കിട്ടിയ അവിടെ പോയതേ മുത്തപ്പനടുത്ത് പോയി ചെയ്തൊക്കെ നല്ല നന്നായിട്ടെന്ന് പറയാം വീഡിയോസും. എന്തായാലും എന്താ പറയാ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഒരു ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ഒരു കുട്ടിയോട് എന്ത് പറയാനെന്ന് വിചാരിച്ചു. എന്തായാലും ദൈവം ഉണ്ടാവും കൂടെ, അത് എന്ത് രൂപത്തിലായാലും. കൃഷ്ണനോ നമ്മൾ പറയില്ലേ ഒരു ശക്തി എന്നൊരു സാധനം ഉണ്ടാവില്ലോ,
ഉം, അത് ഉം. നമ്മള് എന്താണ് സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ നമ്മളാരും പോലും തലവിളിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നേരെ മുന്നോട്ട് പോകും. ഉം, ഉം, അതാണ് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ച് കഴിഞ്ഞാലെങ്കിലും നമുക്ക് അതിനൊരു എന്താ പറയാ ഒരു മറുപടി കിട്ടും ഉം, ഉം, ദൈവത്തില്. ഉം, ഉം, ഉം. മുന്നോട്ട് പോയിക്കോളും. ഓക്കെ, ഓക്കെ, ഓക്കെ. ദൈവത്തിൽ പടങ്ങൾ വരയ്ക്കുക. പിന്നെ എന്താ പറയാ ആൾക്കാർ പറഞ്ഞോട്ടെ. ഒരാളെ ഞാൻ പടത്തിനെ പറ്റി റേഞ്ച് പോകുന്നു ചേട്ടാ. ആ, ഹലോ.